ഹലോ, എല്ലാവർക്കും എസ്ട്രേ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പ്ലെയിൻ സാരിയുടെ അപ്ഡേഷൻ ആയിട്ടാണ്. നമ്മൾ നോർമലി ഒരു 2 വീക്സ് കൂടുമ്പോൾ ഇതുപോലത്തെ പ്ലെയിൻ സാരി അപ്ഡേഷൻസ് ഇടാറുണ്ട്. അപ്പൊ നമുക്ക് വീണ്ടും പ്ലെയിൻ ചെക്കോട്ടായും പ്ലെയിൻ സിൽക്കി കോട്ട സാരീസിന്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ ഇന്ന് ഏതൊക്കെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതിന് ഒരു അപ്ഡേഷൻ ആണ് ഈ ഒരു വീഡിയോ. അപ്പൊ നമുക്ക് ഓരോ കളേഴ്സ് ആയിട്ട് കാണാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് കോട്ടൺ ചെക്കോട്ടാടെ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഞാൻ കാണിക്കാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു അക്വ ബ്ലൂ കളറാണ്, ഒരു ഗ്രീനിഷ് ബ്ലൂ എന്നൊക്കെ പറയും. നമുക്ക് ഓൾറെഡി സ്റ്റോക്കിൽ ഉണ്ടായിരുന്ന കളർ തന്നെയാണ്. ലാസ്റ്റ് ടൈം നമുക്ക് ഇല്ലായിരുന്നു, അതിന് മുമ്പ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ടായിരുന്നോണ്ടിരുന്ന ഒരു കളറാണ്. ഒത്തിരി ആൾക്കാരൊക്കെ എൻക്വയറി ചോദിച്ചിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഒത്തിരി കസ്റ്റമേഴ്സിന് ഈ റെഗുലർ ആയിട്ട് നമ്മുടെ അടുത്ത് പ്ലെയിൻ സാരി വാങ്ങിക്കുന്നവരാണെങ്കിലും എൻക്വയറി ചെയ്യുന്നവരുടെ അടുത്തൊക്കെ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോഴത്തേനും നമ്മുടെ സ്റ്റോക്ക് ചിലപ്പം ചില കളേഴ്സ് ഒക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് 5 days ഡിസ്പാച്ച് ഉണ്ട്. അതായത് നിങ്ങൾ ബുക്ക് ചെയ്യണം, പ്രീ ബുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് 5 daysനുള്ളിൽ വീണ്ടും ആ സാരീസ് എടുത്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വിളിക്കുന്ന സമയത്ത് ആ കളർ ഔട്ട് ആണെന്ന് പറഞ്ഞാലും നമുക്ക് പെട്ടെന്ന് തന്നെ മാക്സിമം എല്ലാ കളേഴ്സും തന്നെ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ്. ഇത് സ്കൈ ബ്ലൂ ഷെയ്ഡ് നമ്മുടെ കയ്യിൽ 2 ഷെയ്ഡ് ഉണ്ട്. ഇതൊരു ലൈറ്റ് സ്കൈ ബ്ലൂവും ഇതൊരു ഡാർക്ക് സ്കൈ ബ്ലൂവും. ഇതുണ്ടോ, ഇത് ഈ നമ്മൾ മുമ്പേ കാണിച്ച അക്വ ഗ്രീനും ഈ 2 ഷെയ്ഡ്സും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇതുണ്ട്, ഏകദേശം സിമിലർ ആയിട്ടൊക്കെ വരുന്ന പോലെ. ഇതൊരു ഗ്രീനിഷ് ഇവിടെ ഉള്ളൊരു ബ്ലൂ ആണ്. ഇത് യഥാർത്ഥ നമ്മുടെ നോർമൽ സ്കൈ ബ്ലൂ. ഇത് സ്കൈ ബ്ലൂവിന്റെ തന്നെ കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡ്. അങ്ങനെ 3 ഷെയ്ഡ്സ് ഈ ഒരു ലൈറ്റ് ബ്ലൂവിൽ തന്നെ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് എല്ലാ കളേഴ്സിലും ഇതുപോലെ ചെറിയ ചെറിയ ഡിഫറൻസ് കളേഴ്സിൽ വരുന്നുള്ളൂ. അതുപോലെ എല്ലാ കളേഴ്സിനെയും 2-3 ഷെയ്ഡ്സ് വെച്ചിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ വീഡിയോയിൽ കളേഴ്സ് കാണിക്കുമ്പോൾ എക്സാക്ട് കളർ ആയിരിക്കില്ല കാണിക്കുന്നത്. കാരണം വെച്ചാൽ ലൈറ്റിന്റെ, നമ്മൾ വീഡിയോ എടുക്കുന്നതിന്റെ ലൈറ്റിന്റെ പ്രശ്നം കൊണ്ടും അല്ല നമ്മൾ ക്യാമറയിൽ കാണുന്ന വെട്ടത്തിന്റെ വ്യത്യാസത്തിലൊക്കെ നമ്മുടെ കളേഴ്സിന് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ മാക്സിമം ഈവൻ നമ്മൾ ഫോട്ടോസ് കാണിച്ചാൽ പോലും ഫോട്ടോയിലെ കളേഴ്സ് എക്സാക്ട്ലി അതുപോലെ ആയിരിക്കില്ല. പിന്നെ ഓൾറെഡി വാങ്ങിച്ചിട്ടുള്ളവർക്കും ഉപയോഗിച്ചിട്ടുള്ളവർക്കും കോട്ടായിൽ നോർമലി വരുന്ന കളേഴ്സ് ഒക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ കളറും പേരെടുത്ത് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാൻ വേണ്ടി. എന്നാലും മാക്സിമം നമ്മൾ കളർ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഫോട്ടോസും വീഡിയോസും ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഓൾറെഡി എപ്പോഴും എൻക്വയറീസ് വരുന്ന, നമുക്ക് എപ്പോഴും തന്നെ സ്റ്റോക്കിലും വരാറുള്ള ബ്ലൂ കളറാണ്. ഒത്തിരി ആൾക്കാർക്കും ഇഷ്ടമുള്ള, നമ്മൾ ഈ ഇടയ്ക്ക് ഒത്തിരി സാരീസ് എംബ്രോയിഡറി ചെയ്തിട്ടും ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സാരീസിനും ഒക്കെ നമുക്ക് ഒത്തിരി എൻക്വയറീസ് വന്നിട്ടുണ്ട്. നല്ലൊരു സാരിയാണ്. അതുപോലെ നമുക്ക് കുറേ നാളായിട്ട് സ്റ്റോക്ക് ഔട്ട് ആയിട്ടിരുന്ന നമ്മുടെ ലാവൻഡർ ഷെയ്ഡ്, ഒത്തിരി നാളായിട്ട് ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ലാവൻഡർ ഷെയ്ഡ് എൻക്വയറി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒരു 2 months ആയിട്ട് ഈ ലാവൻഡർ ഷെയ്ഡ് വരുന്നില്ലായിരുന്നു. കുറെ നാൾ കൂടി നമുക്ക് ഈ ഒരു ലാവൻഡർ ഷെയ്ഡ് സ്റ്റോക്കിൽ വന്നാണ്. ഇങ്ങനെ വരുന്ന ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും. പിന്നെ ചിലതൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് പിന്നെ സ്റ്റോക്കിൽ വരാനായിട്ട് ഇതുപോലെ 2-3 മാസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ ഷെയ്ഡ്സ് ഒക്കെ വരുമ്പം തന്നെ ആൾക്കാർ എൻക്വയറി ചെയ്ത് അന്നേരം തന്നെ ബുക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ഷെയ്ഡ്സ് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോളുക. അതുപോലെ നമ്മുടെ ലെമണല്ലോ ഷെയ്ഡ്, ലെമണല്ലോയും നമുക്ക് ഞാൻ ഓൾറെഡി എടുത്തെടുത്ത് പറയുന്നേ ഉള്ളൂ. ലെമണല്ലോന്നും വീഡിയോയിൽ ഈ യെല്ലോ കളർ നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല. നമ്മൾ വർക്ക് ചെയ്തും ലെമണല്ലോ സാരീസ് ഇഷ്ടംപോലെ നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കുറച്ചും കൂടെ നമ്മൾ ഫോട്ടോ എടുത്ത് നമ്മൾ അതായത് നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്യുന്ന സമയത്ത് ഫോട്ടോ എടുത്ത് കാണിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ക്ലാരിറ്റിയിൽ കൊടുക്കാൻ പറ്റും. എന്നാലും നമുക്ക് നേരിട്ട് നമ്മൾ കണ്ണിൽ കാണുന്ന ആ ഒരു കളർ നമുക്ക് ക്യാമറയിൽ എടുക്കാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ട്. ഈ ഒരു ഷെയ്ഡ് നല്ലൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് വരുന്നത്, പെയിൽ ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡാണ് ഇതിനകത്ത് വരുന്നത്, ഈ ഒരു ലെമണല്ലോ എന്ന് പറയുന്ന ഷെയ്ഡ്. അതുപോലെ നമ്മുടെ നെക്സ്റ്റ് ചിക്കു ഷെയ്ഡ് നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരുന്നൊരു ഷെയ്ഡാണ്. വർക്ക് ചെയ്തിട്ടൊക്കെയാണ്, നമ്മൾ സിൽക്കി കോട്ടയിലൊക്കെ ആണെങ്കിലും ഈ ഒരു ചിക്കു ഷെയ്ഡിൽ മിഷൻ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള സാരീസ് ഒക്കെ ഇടുന്നതിന് നല്ല എൻക്വയറീസ് ഉണ്ടായിരുന്നു. അതൊരു ഷെയ്ഡ് തന്നെയാണ്. ഒത്തിരി ആൾക്കാരും നമ്മുടെ അടുത്ത് എംബ്രോയിഡറി ചെയ്തും ഒക്കെ ചോദിക്കുന്ന ഒരു ഷെയ്ഡാണ്. അതുപോലെ പീച്ചും നമ്മുടെ കയ്യിൽ 2 പീച്ചുണ്ട്, ലൈറ്റ് പീച്ചും ഡാർക്ക് പീച്ചും. ഇത് രണ്ടും ഈ പറഞ്ഞ പോലെ നമ്മൾ വർക്ക് ചെയ്തൊക്കെ തന്നെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള സാരീസ് ആണ്. അല്ലാതെ നമുക്ക് എല്ലാ പ്രാവശ്യവും എന്ന് പറയുന്ന പോലെ സ്റ്റോക്കിലും വരാറുള്ള ഷെയ്ഡ്സ് ആണ് പീച്ചിന്റെ 2 ഷെയ്ഡ്സ്. ഇതെല്ലാം 5.5 മീറ്റർ പ്ലസ് 1 മീറ്റർ ബ്ലൗസ് കൂടെ വരുന്ന പോലെയാണ്. എല്ലാത്തിന്റെയും പ്രൈസ് വരുന്നത് 675 ആണ്, 575 രൂപ. പിന്നെ ബ്ലൗസ് ഇല്ലാതെയും കുറെ ആൾക്കാർ എൻക്വയറി ചെയ്യാറുണ്ട്, നമ്മൾ അങ്ങനെയും കൊടുക്കാറുണ്ട്. എന്നാലും മാക്സിമം നമ്മൾ ഇത് പറഞ്ഞ പോലെ ഇങ്ങനെയാ സ്റ്റോക്ക് എടുത്ത് വെക്കുന്ന 1/2 മീറ്റർ ആയിട്ടാ. അപ്പൊ നമ്മൾ അതിൽ നിന്ന് 1 മീറ്റർ മുറിച്ച് മാറ്റി വെച്ചിട്ടൊക്കെയാ പറഞ്ഞ പോലെ 5.5 മീറ്റർ ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നത്. 1/2 മീറ്റർ ആയിട്ടാണ് നമുക്ക് പൊതുവെ ഇപ്പം സാരീസ് വരുന്നത്. ഇപ്പൊ നമ്മൾ 675 രൂപയ്ക്ക് ആ സാരി കൊടുക്കുന്നത്. ബ്ലൗസ് ഇല്ലാതെ കൊടുക്കുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ 575, അതായത് 5.5 മീറ്റർ വരുമ്പം 575 നമ്മൾ കൊടുക്കുന്നുണ്ട്.
അതുപോലെ ഗ്രീൻ, ഈ ഒരു ഗ്രീനും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഗ്രീനാണ്. പണ്ട് നമുക്ക് ഫസ്റ്റ് സമയത്ത് നമ്മൾ ഈ തുടങ്ങിയ സമയത്ത് നമുക്ക് വന്നുകൊണ്ടിരുന്ന ഒരു ഗ്രീൻ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് റീസ്റ്റോക്ക് വന്നാണ്. അത് നമുക്ക് വീണ്ടും ഉണ്ട്. ആ ഒരു ഇച്ചിരി ഒരു യെല്ലോയിഷ് ഗ്രീൻ കളറ്, ഒരു ഒലിവ് ഗ്രീൻ്റെ കളർ, അതുപോലെ പിസ്ത ഗ്രീനും ഡാർക്ക് ഗ്രീനും, ഇങ്ങനെ 3 ഗ്രീൻ ഷെയ്ഡ് നമുക്ക് വന്നിട്ടുണ്ട്. ലൈറ്റ് പിസ്ത ഗ്രീൻ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടില്ല. ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്യുന്നുണ്ട്. അതുപോലെ ലൈറ്റ് പിസ്ത ഗ്രീനും യെല്ലോയും നമുക്ക് ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്, എന്നാൽ പക്ഷെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. 2 ഷെയ്ഡ്സ് ഒരുമിച്ച് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ ചെറിയൊരു സിമിലാരിറ്റി തോന്നും. രണ്ടും ലൈമിന്റെ 2 ഷെയ്ഡ്സ് ആണ് വരുന്നത്. പക്ഷേ പിസ്ത ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് വരുന്ന ആ ഗ്രീന് യെല്ലോയും നേരിട്ട് കാണുമ്പോൾ 2 ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മുടെ അടുത്ത് സാരീസ് ഒക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ ആൾക്കാർ ആ ഗ്രീൻ കാണുമ്പോൾ ഇതിനൊരു യെല്ലോ ഷെയ്ഡ് ഉണ്ടല്ലോ എന്ന് പറയും. പക്ഷെ ശരിക്കും യെല്ലോ ഷെയ്ഡ് അല്ല, അത് ആ പിസ്ത ഗ്രീൻ അത്രയും ലൈറ്റ് ഒരു യെല്ലോയിഷ് ഷെയ്ഡ് ഉള്ള ഗ്രീനാ. പക്ഷെ ലെമൺ യെല്ലോ വരുമ്പോൾ അത് പെയിൽ ആയിട്ടൊരു യെല്ലോ ഷെയ്ഡാ വരുന്നത്. അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻസ് ഒത്തിരി പേർക്ക് പുതിയതായിട്ട് ഈ ഒരു മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ ഉണ്ട്. ഇത് ആ ഒരു ഒരു യെല്ലോയിഷ് വരാത്ത ഒരു ഗ്രീൻ പിസ്ത ഗ്രീൻ ആയി വരുന്നിരിക്കുന്നത്. കുറച്ചൊരു ഡാർക്ക് പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇച്ചിരി ഒരു ഡൾ ഗ്രീൻ ഷെയ്ഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഷെയ്ഡ് വരുന്ന പോലത്തെ, പക്ഷെ നല്ലൊരു ഉടുത്താൽ നല്ല ഭംഗിയായിരിക്കും. എല്ലാ കോംപ്ലക്ഷനിലുള്ളവർക്കൊക്കെ ചേരുന്ന പോലത്തെ ഒരു നല്ലൊരു ഗ്രീൻ കളർ. ഇതിന് നമുക്ക് ഒത്തിരി എൻക്വയറീസ് ഉള്ള കളറാണ്. ഗ്രീൻ നമുക്ക് ഈ 3 ഷെയ്ഡ്സിലാണ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ പ്രാവശ്യം പിങ്കിന്റെ 2-3-4 ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കാം. ഫസ്റ്റ് ഇതുണ്ട്, നമുക്ക് പിങ്കിന്റെ ഇത്രയും ഷെയ്ഡ്സ് പിങ്ക് വന്നിട്ടുണ്ട്. 5 ഷെയ്ഡ്സ് പിങ്ക് ഉണ്ട്. ഇതില് ഈ 3 പിങ്ക് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഉണ്ടായിരുന്ന പിങ്കുകളാണ്. അതായത് നമ്മുടെ ബേബി പിങ്ക്, അതിൽ കുറച്ചുകൂടെ ഡാർക്കർ ആയിട്ടുള്ള ഒരു പിങ്ക്, നമ്മുടെ ഡാർക്ക് ഒണിയൻ പിങ്ക്. ഈ 3 ഷെയ്ഡ്സും നമുക്ക് നേരത്തെ തൊട്ടേ എപ്പോഴും തന്നെ സ്റ്റോക്കിൽ വരാറുള്ള 3 ഷെയ്ഡ്സ് പിങ്ക് ആണ്. പിന്നെ നമുക്ക് നേരത്തെ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൊരു ലൈറ്റ് ഒണിയൻ ഷെയ്ഡും ഡാർക്ക് ഒണിയൻ ഷെയ്ഡും വരുന്ന പോലത്തെ ഈ 2 പിങ്കും നമുക്ക് ഈ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് എൻക്വയറി ചോദിച്ചിട്ടുണ്ടായത് ഇതാ, ഈ ഒരു പെയിൽ, അതായത് നോർമൽ നമ്മൾ ഒണിയൻ ഷെയ്ഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബാക്കി മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒണിയൻ ഷെയ്ഡ് എന്ന് പറഞ്ഞ് കിട്ടുന്ന ഈ ഒരു കളറാണ്. ഇത്രയും ഡാർക്ക് ഷെയ്ഡ് അല്ല സാധാരണ ഒണിയൻ ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇതാണ് എക്സാക്ട്ലി ഒണിയൻ ഷെയ്ഡ് എന്ന് പറയുന്നത്. ഈ ഷെയ്ഡ് നമ്മൾ ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് എൻക്വയറി ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റോക്ക് വന്നപ്പോൾ തന്നെ മാക്സിമം എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ അന്നേരം തന്നെ ബുക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ബുക്കിംഗ് നടന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പൊ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഷെയ്ഡ്സ് ഉണ്ടാവുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ 5 days ഡിസ്പാച്ച് ചെയ്യാൻ പറ്റുന്ന പോലെ ട്രൈ ചെയ്യുന്നതായിരിക്കും. എന്നാൽ ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് പെട്ടെന്നൊന്നും വരാറില്ല. അപ്പം വരുമ്പം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക. ഈ ഒരു ഒണിയൻ ഷെയ്ഡ്, അതുപോലെ ഇതിന്റെ ഡാർക്ക് ഒണിയൻ ഷെയ്ഡ്, ഇതും അതുപോലെ തന്നെയാണ് വന്നപ്പോൾ ഒത്തിരി പേര് ഇത് നമ്മൾ വർക്ക് ചെയ്താണെങ്കിലും നമ്മൾ സാരീസ് കാണിച്ചിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഈ ഷെയ്ഡും ഈ പറഞ്ഞ പോലെ നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി മാക്സിമം നമ്മൾ എഴുതിയൊക്കെ വെച്ച് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ബാക്കി അല്ലാത്ത ആൾക്കാർക്കൊക്കെ ഉള്ള ഒരു അപ്ഡേഷൻ ആണ്. പിന്നെ നമ്മുടെ മറ്റു 3 പിങ്ക് ഷെയ്ഡ്, ഡാർക്ക് പിങ്ക്, ബേബി പിങ്ക്, നമ്മുടെ ഡാർക്ക് ഒണിയൻ ഷെയ്ഡ്, എപ്പോഴും നമുക്ക് വരാറുള്ള ഒരു ഡാർക്ക് ഒണിയൻ ഷെയ്ഡ്. നെക്സ്റ്റ് നമുക്ക് റെഡ് ഷെയ്ഡ് ഉണ്ട്, ബ്രൈറ്റ് റെഡ് ഷെയ്ഡ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സ്റ്റോക്കിൽ ഉണ്ടായിരുന്ന റെഡ് ഷെയ്ഡാണ്. കൂടുതൽ ഞാൻ എല്ലാ കളേഴ്സിനെ കുറിച്ച് ഒത്തിരി പറയുന്നില്ല. നെക്സ്റ്റ് ഈ ഒരു മെറൂൺ ഷെയ്ഡ് നമുക്ക് നേരത്തെയൊക്കെ സ്റ്റോക്കിൽ ഉണ്ടായിരുന്ന ഷെയ്ഡാണ്. ഇതെല്ലാം നമുക്ക് 6.5 മീറ്റർ ആയിട്ടാണ് വരുന്നത്. ഇതിന്റെ കൂടെ ബ്ലൗസും ഉണ്ട്, സാരി വിത്ത് ബ്ലൗസും കൂടിയാണ്. അതുപോലെ നമ്മുടെ ബ്ലാക്ക് ഷെയ്ഡും നമുക്ക് എപ്പോഴും സ്റ്റോക്കിൽ വരാറുള്ള ഷെയ്ഡ് തന്നെയാണ്. ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ഷെയ്ഡ് ബ്ലാക്ക്. പിന്നെ നമ്മുടെ ഗ്രേ ഷെയ്ഡും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. എല്ലാവർക്കും ഒക്കെ ചേരുന്ന പോലെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ് ഈ ഗ്രേ ഷെയ്ഡ്. ഇതിൽ നല്ല പിങ്ക് വർക്ക് ഒക്കെ ചെയ്ത്, നമ്മൾ ഈ പറഞ്ഞ സിൽക്കി കോട്ട ഗ്രേയിലൊരു പിങ്ക് വർക്ക് ഒക്കെ ചെയ്ത് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിങ്ക് വർക്കൊക്കെ ഗ്രേയിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ലാസ്റ്റ് ആയിട്ട് നമ്മുടെ വൈറ്റും ഓഫ് വൈറ്റും. വീഡിയോയിൽ കാണുമ്പോൾ രണ്ടും ഒരുപോലെ ഇരിക്കും, പക്ഷെ വൈറ്റ് രണ്ടും നല്ല ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ്. വൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല പ്യൂർ വൈറ്റ്, മിൽക്കി വൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. ബ്ലൂയിഷ് വൈറ്റ് അല്ല വരുന്നത്, നമുക്ക് പ്യൂർ ആയിട്ടുള്ള വൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. ഓഫ് വൈറ്റ് വരുമ്പോഴത്തേനും ഈ ഒരു ക്രീം ഷെയ്ഡ് വരുന്ന പോലെ ഓഫ് വൈറ്റ് ഷെയ്ഡും വരാറുണ്ട്. ഇത് രണ്ടും നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഇതാണ്, പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നതും ഈ ഒരു ഓഫ് വൈറ്റും ഷെയ്ഡാണ്. ഇത് രണ്ടും നമുക്ക് ഇപ്പം കറന്റ് സ്റ്റോക്കിലുണ്ട്. ലാസ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് സിൽക്കി കോട്ടയുടെ ഷെയ്ഡ്സ് ആണെങ്കിൽ ഈ പ്രാവശ്യം നമുക്ക് സിൽക്കി കോട്ട വളരെ ലിമിറ്റഡ് കളേഴ്സേ ഉള്ളൂ, കൂടുതലും റിപ്പീറ്റഡ് കളേഴ്സ് തന്നെയാണ്. നമ്മൾ ലാസ്റ്റ് ടൈം കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡാണിത്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഒരു മറ്റേ നമ്മുടെ ഒരു വാഴയുടെ ഒരു
വാഴപ്പിണ്ടിയുടെ ഒക്കെ കളർ വരുന്ന പോലത്തെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡ്, വളരെ ലൈറ്റ് ആയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇത് ഫോട്ടോയിലും അതുപോലെ നമുക്ക് വീഡിയോയിലും ഒക്കെ ഭയങ്കരമായിട്ട് ക്യാപ്ചർ ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ്. തീരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് നേരിൽ കാണുമ്പോൾ നല്ല കളറാണ്. പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു ഷെയ്ഡാണ്. നെക്സ്റ്റ് നമ്മുടെ ബ്ലാക്ക് ഷെയ്ഡ്. ബ്ലാക്കും വൈറ്റും നമുക്ക് നോർമലി മിക്കവാറും എന്ന് പറഞ്ഞ പോലെ സ്റ്റോക്കിൽ വരാറുള്ളതാണ്. പക്ഷേ ലാസ്റ്റ് ടൈം നമുക്ക് ബ്ലാക്കും വൈറ്റും ഇല്ലായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന 2 ഷെയ്ഡ്സുമാണ് ബ്ലാക്കും വൈറ്റും. രണ്ടും വൈറ്റും ബ്ലാക്കും നമുക്ക് സിൽക്കി കോട്ടയിൽ ഈ പ്രാവശ്യം വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം. ലാസ്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ബേജ് ഷെയ്ഡാണ്. നമുക്ക് ഈ പ്രാവശ്യം സിൽക്കി കോട്ടയിൽ ബേജ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡിലാണ്. ഈ ഒരു ഇതുണ്ടോ, ഈ ഒരു നമ്മൾ നേരത്തെ നമുക്ക് വന്നുകൊണ്ടിരുന്ന ആ ഒരു ബേജ് ഓഫ് വൈറ്റ് ഷെയ്ഡിനേക്കാളും കുറച്ചും കൂടെ ലൈറ്റർ ഷെയ്ഡില്ല. ഇതിനെ നമുക്കൊരു ക്രീം ഷെയ്ഡ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ബേജ് കളർന്ന് എക്സാക്ട്ലി പറയാനായിട്ട് പറ്റത്തില്ല, ക്രീം കളർന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഒരു ലൈറ്റ് കളറാണ്. ഇപ്പൊ നമുക്ക് ഈ സിൽക്കി കോട്ടയിൽ വരുന്ന കളേഴ്സ് എല്ലാം തന്നെ ഭയങ്കര ഒരു പേസ്റ്റൽ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു ഓഫ് വൈറ്റ് ആ ഒരു ബേജ് ഷെയ്ഡും വന്നിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ശരിക്കൊരു എക്സാക്ട് ഒരു ക്രീം ഷെയ്ഡ് പോലെയാണ്. അപ്പൊ ഇതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ബേജ് ഷെയ്ഡിൽ എംബ്രോയിഡറി ചെയ്തിട്ട് മിഷൻ എംബ്രോയിഡറി ചെയ്തിട്ട് സാരി ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു സെയിം സാരി അതുപോലെ വരണം. നമുക്ക് ആ ബേജ് ഇപ്പൊ നമുക്ക് വരുന്നില്ല സിൽക്കി കോട്ടയിൽ. നമുക്കിപ്പോൾ ഈ ഒരു ബേജ് ക്രീം ഷെയ്ഡ് ആ ഒരു സിമിലർ ഷെയ്ഡായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇനിയും വരുമായിരിക്കും. ഇപ്പൊ കറന്റ് നമുക്ക് ഇത്രയും ഷെയ്ഡ്സ് സിൽക്കി കോട്ടയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ആ ഒരു ബ്ലൂ സ്റ്റോക്ക് ഔട്ട് ആയി പോയി. ഒരു ബ്ലൂവും ഒരു അക്വാ ഗ്രീനും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് വന്നപ്പോൾ അതും നമുക്ക് കുറച്ച് പീസസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്ക് നേരത്തെ എൻക്വയറീസും പ്രീ ബുക്കിങ്ങും ഉണ്ടായിരുന്നു. അപ്പൊ അന്നേരം ബുക്ക് ചെയ്ത ആൾക്കാർക്ക് നമ്മളത് ഓൾറെഡി ഡിസ്പാച്ച് ചെയ്ത് നമുക്ക് വീഡിയോയിൽ കാണിക്കാനായിട്ട് ആ ഷെയ്ഡ്സ് ഇല്ല, സ്റ്റോക്ക് ഔട്ട് ആയി പോയി. പറഞ്ഞ പോലെ പ്രീ ബുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഷെയ്ഡ്സും പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഫോട്ടോസ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഫോട്ടോസ് വേണമെങ്കിൽ ഷെയർ ചെയ്ത് തരാം. അപ്പൊ ഇത്രയും ആണ് നമ്മുടെ കയ്യിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള പ്ലെയിൻ സാരീസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ മാക്സിമം ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒരുമാതിരി എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ എഴുതുന്ന ഒത്തിരി റെഗുലർ കസ്റ്റമേഴ്സ് ഈ ഒരു പ്ലെയിൻ സാരീസ് വാങ്ങിക്കുന്നവരുണ്ട്. കൂടുതലും നമുക്ക് റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് തന്നെയാണ് ഈ ഒരു പ്ലെയിൻ സാരീസിനുള്ളത്. അപ്പോൾ പുതിയ കസ്റ്റമേഴ്സിനാണെങ്കിലും അറിയാത്തവരാണെങ്കിലും നമുക്ക് സ്പീഡ് പോസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു കൊറിയർ ചാർജ് വരുന്നുണ്ട്. നോർമലി നമുക്ക് ഒരു സാരി ആണെങ്കിൽ 60 rupees ആണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത്. പിന്നെ വെയിറ്റ് അനുസരിച്ച് ചെറിയ വേരിയേഷൻസ് വരും. നമ്മൾ സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയക്കുന്നത്. പിന്നെ കുറച്ച് കസ്റ്റമേഴ്സ് ഒക്കെ നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത പ്രകാരം നമ്മൾ അവർക്ക് മാത്രം DTDCയോ അങ്ങനെ അവർ പറയുന്ന രീതിയിലാണ് നമ്മൾ അങ്ങനെയും ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.